ആലപ്പുഴയുടെ പുത്രൻ പുന്നപ്ര പറവൂർ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 ജനിച്ച VS അച്യുതാനന്ദൻ. VS തൻ്റെ ജന്മഭൂമിയിലേക്ക് അവസാന യാത്രയിലാണ്. ഈ ഭൂമിയിൽ നിന്നാണ് VS എന്ന ആ രണ്ടക്ഷരം കേരളമാകെ പടർന്നു പന്തലിച്ചത്. രാഷ്ട്രീയത്തിലെ അതികായനായി VS അച്യുതാനന്ദൻ മാറിയത്. ബാല്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ എത്രയോ കഥകളുണ്ട്. VS എന്ന കുട്ടി നേരിട്ട വിഷമതകൾ, അന്ന് ജാതിപ്പേര് പറഞ്ഞ് കളിയാക്കലുകൾ, അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ, അടിമത്വത്തിനെതിരായ നിലപാടുകൾ, ജന്മിത്വത്തിനെതിരായ നിലപാടുകൾ, അരാജകത്വത്തിനെതിരായ നിലപാടുകൾ. ചെറിയ പ്രായത്തിൽ തന്നെ VS ഇതിനോടെല്ലാം കലഹിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഭൂമിയിലേക്കാണ്, തൻ്റെ പോരാട്ടത്തിൻ്റെ ഭൂമിയിലേക്കാണ്, ഈ തീച്ചൂളയിൽ നിന്നാണ് VS എന്ന രാഷ്ട്രീയ നേതാവ് വാർത്തെടുക്കപ്പെട്ടത്. ആ ഇടത്തേക്ക് VS തൻ്റെ അന്ത്യയാത്ര നടത്തുമ്പോൾ VSനെ യാത്രയയക്കാൻ ആ പാതയുടെ ഇരുവശങ്ങളിലും എത്രയോ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. പലപ്പോഴും ആൾക്കൂട്ടങ്ങൾ ആയിരുന്നു VS അച്യുതാനന്ദനെ സ്വീകരിച്ചിരുന്നത്. ജീവിച്ചിരുന്ന VS അച്യുതാനന്ദനെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ഇഷ്ടപ്പെട്ടിരുന്നവർ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെ ഇഷ്ടപ്പെട്ടിരുന്നവർ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഇഷ്ടപ്പെട്ടിരുന്നവർ, അവരൊക്കെ ഇപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണാം, ഓരോ ഭാഗത്തും ഇങ്ങനെ എത്രയോ അധികം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവർക്ക് മുന്നിലൂടെ VSൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്, വാഹനമാണ് കടന്നു പോകുന്നത്. പലയിടത്തും ആ വാഹനത്തിന് അല്പനേരം നിർത്തിക്കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. നിരവധി ആളുകൾക്ക് VSനെ ഒരു നോക്ക് കാണുവാൻ അവസരം നൽകിക്കൊണ്ടാണ് ഈ വിലാപയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച വിലാപയാത്രയാണ്. അണമുറിയാത്ത ആൾക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാവേറെയായിട്ടും ഈ വീഥികളുടെ ഇരുഭാഗങ്ങളിലും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഒരിടത്തുപോലും ആൾക്കൂട്ടങ്ങളില്ലാത്ത ഈ യാത്ര നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഓരോ പോയിന്റുകളിലും ആൾക്കൂട്ടങ്ങൾ തനിയെ എത്തി. എവിടെ നിന്നാലാണ് VSൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ സാധിക്കുക എന്ന് ആലോചിച്ച് ആളുകൾ കൂട്ടമായി നിൽക്കുന്ന ഇടങ്ങളിലൂടെ ആണ് VSൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുന്നത്. VS വിട പറഞ്ഞു എന്ന വാർത്ത അറിഞ്ഞതു മുതൽ ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ കാണാം, ആ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വാഹനങ്ങൾ നിർത്തുന്ന ഇടത്തേക്ക് ഓടിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നോക്ക് കാണാൻ, VS അച്യുതാനന്ദനെ അവസാനമായി കാണാൻ ഇങ്ങനെയാണ് കേരളം ആലപ്പുഴയിലേക്ക് ഓടിയെത്തുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉള്ളവർ നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നു. അവർ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്രയോ മണിക്കൂറുകളായിരുന്നിരിക്കാം കാത്തിരുന്നത്. കാരണം ഇന്നലെ തന്നെ പലരിൽ നിന്നും പ്രതികരണങ്ങൾ തേടുമ്പോൾ 6-7 മണിക്കൂറായി തങ്ങൾ കാത്തിരിക്കുകയാണ് VSൻ്റെ വാഹനം കടന്നു പോകുന്നതിനായി എന്ന് പറഞ്ഞവരാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി നിലയുറപ്പിച്ചവരിൽ ആരും തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ടാകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്രമേൽ വലിയ കാത്തിരിപ്പാണ് അവർ നടത്തിയിട്ടുള്ളത്. അവരുടെ വിഷയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ VS അച്യുതാനന്ദൻ പലപ്പോഴും ഇടപെട്ടുകൊണ്ടേ ഇരുന്നു എന്നതാണ്. ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്കായിരുന്നില്ല VS പലപ്പോഴും ഇറങ്ങിച്ചെല്ലാറ്, മറിച്ച് ഈ ആൾക്കൂട്ടത്തിൻ്റെ ആവശ്യകതകളിലേക്കായിരുന്നു. ആൾക്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണോ, ആ ആവശ്യത്തിന് ഫലം കാണാതെ വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പായി VS എന്നൊരു നേതാവുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ VS ഒരു വിഷയത്തെ ഏറ്റെടുത്താൽ അതിന് പരിഹാരമുണ്ടാകുമെന്നും അത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ കേരളം ചർച്ച ചെയ്യപ്പെട്ട എത്രയോ സംഭവങ്ങൾ ഉണ്ട്. അതിൽ സൂര്യനെല്ലി പോലെയുള്ള, കിളിരൂർ പോലെയുള്ള സ്ത്രീകളുടെ പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ അഭിമാനത്തിനു വേണ്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. പശ്ചിമഘട്ട സംരക്ഷണം പോലെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. മൂന്നാറിലെ കയ്യേറ്റ വിഷയത്തിൽ അടക്കം VS അച്യുതാനന്ദൻ പാർട്ടിയുടെ എതിർപ്പുകൾ പോലും മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. പ്ലാച്ചിമടയിൽ കൊക്കക്കോളയ്ക്കെതിരായ പ്രതിഷേധങ്ങളുടെ മുൻനിരയിലേക്ക് എത്തിയത് VS അച്യുതാനന്ദനായിരുന്നു. അതും പലപ്പോഴും പാർട്ടിയുടെ വിമർശനങ്ങൾക്ക് പാത്രമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടംകുളം ആണവ നിലയത്തിൽ VS അച്യുതാനന്ദന് മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നിരവധിയായ പോരാട്ടങ്ങൾ, ഒപ്പം അഴിമതിക്കെതിരെ നിലയ്ക്കാത്ത പോരാട്ടം ആയിരുന്നു VS അച്യുതാനന്ദൻ്റേത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ VSനെ പോലെ നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടാകണമെന്നില്ല. ഇടമലയാർ പോലെയുള്ള അഴിമതി കേസുകളിൽ VS അച്യുതാനന്ദൻ സുപ്രീം കോടതിയിൽ വരെ പോവുകയും പരമോന്നത കോടതിയിൽ നിന്നടക്കം തൻ്റെ വാദമായിരുന്നു ശരിയെന്ന്
തെളിയിച്ചെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ വാഹനം വലിയ ചുടുകാടിലേക്ക് എത്തുകയാണ്. VS-ന് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വലിയ ചുടുകാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്. ഇവിടേക്കാണ് VS-ന്റെ അന്ത്യവിശ്രമത്തിനായി എത്തുന്നത്. ഇപ്പോൾ ഹരിപ്പാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മറികടന്നുകൊണ്ട് വലിയ ചുടുകാട്ടിലേക്ക് VS അച്യുതാനന്ദൻ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ സമയം ഏറെ വൈകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഓരോ പോയിന്റിലും ഇത്രയധികം ആളുകൾ കാത്തു നിൽക്കുന്നു. ഇനി പൊതുദർശനം ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോഴും നിലയ്ക്കാത്ത ആൾപ്രവാഹം തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വലിയ ചുടുകാടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെയാണ് VS എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനും അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്.